ധാർമ്മികത എന്ന വാക്കിന്റെ അർത്ഥമറിയാത്ത മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരിക്കുമോ? കേരളത്തിലെ മഹാഭൂരിപക്ഷം മാധ്യമങ്ങളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധയിൽ ഊന്നി പ്രവർത്തിക്കുമ്പോഴും ധാർമ്മികതയുടെ മാനം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം തന്നെയാണ്. എന്നാൽ ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തകരിൽ ആരൊക്കെ ധാർമ്മികതയുടെ മാനം ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ് കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടിയുടെ പിതാവ് ഒരു ഡോക്ടറെ വാളുകൊണ്ട് വെട്ടിയ സന്ദർഭത്തിൽ ഒരു മാധ്യമ പ്രവർത്തകരിൽ നിന്നും ഉയർന്നു വന്നത്. ഒരു ക്രൈം ചെയ്ത് പോലീസിന്റെ പിടിയിലായ പ്രതിയോട് ഒരു നിരപരാധിയെ ആക്രമിച്ച ശേഷം നിൽക്കുന്ന ഒരു മനുഷ്യനോട് ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം ഒരിക്കലും ആവർത്തിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു വലിയ തെറ്റ് തന്നെയാണ്. അങ്ങനെയാണ് ഓരോ സാധാരണക്കാരും പറഞ്ഞിരുന്നത്. ഈ സാഹചര്യത്തിൽ സെൻസേഷണലിസം അല്ല, മറിച്ച് ഉത്തരവാദിത്തപരമായ റിപ്പോർട്ടിംഗ് ആയിരുന്നു മാധ്യമ പ്രവർത്തകർ നടത്തേണ്ടിയിരുന്നത് എന്ന് സോഷ്യൽ മീഡിയ അടക്കം വിമർശിക്കുന്ന ഒരു കാര്യമാണ്. സർക്കാരിനെതിരെ ആരോപണങ്ങളും സംശയങ്ങളും ഉന്നയിക്കുന്നത് സ്വാഭാവികം തന്നെയാണ്. എന്നാൽ ഇടതു സർക്കാരിനോടുള്ള ശത്രുതയിൽ എന്തും ചോദിക്കാം, എന്തും പറയാം എന്നുള്ള പ്രവണതയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. അത് സോഷ്യൽ മീഡിയ അടക്കം പറയുന്ന കാര്യമാണ്. ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യം അത് ചോദിക്കുകയും അപ്പോൾ പ്രതിയിൽ നിന്ന് ലഭിക്കുന്ന മറുപടി ഉപയോഗിച്ച് ഒരു ബിഗ് ബ്രേക്കിംഗ് കോഡ് വാർത്ത കൊടുക്കുകയും ചെയ്ത ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവണത എല്ലായ്പ്പോഴും സാധാരണക്കാർ സ്വീകരിക്കപ്പെടില്ല എന്ന് ഈ വിഷയത്തിലൂടെ സോഷ്യൽ മീഡിയ വ്യക്തമായി ചൂണ്ടിക്കാട്ടുകയാണ്. ആഗോളതലത്തിൽ മരണസാധ്യത 97% അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിൽ 24% കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഇത്രയും മാരകമായ ഒരു രോഗം നേരത്തെ കണ്ടെത്താനും ചികിത്സിക്കാനും ഓരോ ജീവൻ രക്ഷിക്കാനും ഒരു സംവിധാനം മുഴുവൻ പൊരുതി നിൽക്കുമ്പോൾ അതിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ സോഷ്യൽ മീഡിയ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ആദ്യ രോഗമുക്തി നേടിയ രോഗി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുമാണ്. ഈ വസ്തുത പോലും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാത്ത മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഒരു പ്രഹസനം നടത്തുമ്പോൾ ജനങ്ങൾ അത് ചോദ്യം ചെയ്യുന്നത് ഒരു സ്വാഭാവിക കാഴ്ചയായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാവും MBBS ബിരുദവുമുള്ള ഡോക്ടർ SS ലാൽ പോലും സാധാരണക്കാരൻ ഡോക്ടറെ വെട്ടുന്നതിന് പലതരം ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നതിനെ നോർമലൈസ് ചെയ്യാൻ കഴിയില്ല. ഇത്തരത്തിൽ വിവാദ പ്രസ്താവന നടത്തുന്ന ലാലിനെ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്താക്കിയ കഴക്കൂട്ടത്തെ ജനങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം പറയുന്നത്. ഇത്തരക്കാർ കുത്തിവെക്കുന്ന വിഷത്തിന്റെ വീര്യം എത്ര മാത്രമാണ് എന്നുള്ളത് കേവലം ഇടതുപക്ഷ സർക്കാരിനോടുള്ള വിരോധത്താൽ എന്തും പറയാം, എന്ത് സർക്കാരിനെതിരായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം പ്രവണതകൾ സമൂഹത്തിൽ എതിർക്കപ്പെടുന്നു എന്നുള്ളത് ഒരു ആശ്വാസകരം തരുന്ന ഒരു കാര്യം തന്നെയാണ്. മറുവശത്തെ കേസിലെ പ്രതി നേരത്തെ പറഞ്ഞത് കേൾക്കാത്തത് കൊണ്ട് വീണ്ടും മാധ്യമ പ്രവർത്തകയെ ഡെഡിക്കേഷൻ ചോദ്യം ചോദിച്ചതാണ് എന്നുള്ള വാദങ്ങൾ ഉയരുമ്പോഴും ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ അവർ പാലിക്കേണ്ട ധാർമ്മികത സമൂഹ മാധ്യമങ്ങൾ പഠിപ്പിച്ചു തരേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നിലവിലെ സാഹചര്യങ്ങൾ. ജനങ്ങൾ കേൾക്കേണ്ട കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടിയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടിയാണ് മാധ്യമ പ്രവർത്തനം എന്ന് സോഷ്യൽ മീഡിയ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. യഥാർത്ഥത്തിൽ തിരുത്തേണ്ടതും തിരുത്തപ്പെടേണ്ടതും വിമർശകരല്ല, മറിച്ച് ധാർമ്മികത പോലും പണയം വെച്ച് ജീവിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരാണ് എന്നാണ് സോഷ്യൽ മീഡിയ പറഞ്ഞു വെക്കുന്നത്.